നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തത്? ലൈം അല്ലേ? ലൈം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എന്താ എന്തേലും പറഞ്ഞായിരുന്നോ? ലൈം എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ലൈമിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഈ പൗഡർ ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ലൈം സ്റ്റോൺ ഈസ് കോൾഡ് ലൈം. ലൈം സ്റ്റോണിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു പൗഡർ ഫോമിനെയാണ് നമ്മൾ ലൈം എന്ന് പറയാം. അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ എ, ബി, സി, ഡി, ഇ, എഫ് വരെ പറഞ്ഞു അല്ലേ? അതൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണേന്നും അതിനൊക്കെ ഒരു എക്സാമ്പിൾസൊക്കെ വെച്ച് പറഞ്ഞു അല്ലേ? അതാണ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞത്. അതിന് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഈസിലി വർക്കബിളാണ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി, പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉള്ളതാണ്. സ്റ്റിഫ് ആൻഡ് ഏർലി, പെട്ടെന്ന് സ്റ്റിഫ് ആവുന്നതാണ്. സ്ട്രെങ്ത്, മെയ്സൺട്രിക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നു. മോയ്സ്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് പറഞ്ഞു അല്ല, ഒരു 7 ടൈപ്പ്. അതുപോലെ തന്നെ യൂസസ് നമ്മൾ പറഞ്ഞു. എന്തിനൊക്കെയാണ് ലൈം യൂസ് ചെയ്യുക? അതായത് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ, ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും മെയ്സൺട്രിയിൽ. അതുപോലെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, സീലിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും, വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യും. അതുപോലെ എന്താണ്, ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ്, ലൈം, സാൻഡ് ബ്രിക്സ്, അതുപോലെ സിലിക്കേറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ പെയിൻറ്റിൻ്റെ വർക്ക്സിന് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ യൂസസ് പറഞ്ഞത്. ക്ലിയർ അല്ലേ അതൊക്കെ? അതിൻ്റെ യൂസസ് കുറച്ചും കൂടി പറഞ്ഞു. നമ്മൾ സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പോർട്ട്ലാൻഡ് സിമെൻറ്റ്, പിന്നെ എന്തൊക്കെയാണ് സ്റ്റെബിലൈസിങ് ദ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈം യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് ലൈം നമ്മൾ പറഞ്ഞു. ക്വിക്ക് ലൈം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ സ്ലേക്കഡ് ലൈം എന്താണ്, ഹൈഡ്രോളിക് ലൈം, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. അതുപോലെ പ്യുവർ ലൈം, അതായത് ലീൻ ലൈം എന്താണെന്ന് പറഞ്ഞു. ഫാറ്റ് ലൈം എന്താണെന്ന് പറഞ്ഞു. റിച്ച് ലൈം പറഞ്ഞു അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിമെൻറ്റ് മോട്ടാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ലൈം മോട്ടാർ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞു. അതിനുശേഷം അതെങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് പറഞ്ഞു അല്ലേ? ഒരു 1-2 സ്റ്റെപ്സായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു 4 സ്റ്റെപ്പായിട്ട് പറഞ്ഞു അല്ലേ? ഇൻഗ്രീഡിയൻസ് അതിനെ ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്യുന്നു, പിന്നെ വാട്ടറായിട്ട് ആഡ് ചെയ്യുന്നു, പിന്നെ 4ാമത്തെ സ്റ്റെപ്പ് വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബിഫോർ യൂസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു 20 മിനിറ്റ്സ് അത് ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷമാണ് യൂസ് ചെയ്യുക. ഈ 4 സ്റ്റെപ്പിലാണ് നമ്മൾ ലൈം മോട്ടാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്തതാണ് എന്ത്, ഈ ടോപ്പിക് നമ്മൾ പുതിയത് നോക്കുന്നതാണ്. എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ലൈം വൈറ്റ് വാഷ്. നമ്മൾ നോർമൽ വൈറ്റ് വാഷ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക? നമുക്കൊരു പൗഡർ ഫോമിൽ കിട്ടും അല്ലേ? അല്ലേ? ഒരു പൗഡർ ഫോമിൽ എന്താ വൈറ്റ് വാഷ്. നമുക്കൊരു പൗഡേർഡ് ഫോമിൽ വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മളത് ആദ്യം നമ്മൾ അണ്ടർ കോട്ട് അടിച്ച് കൊടുക്കും, പിന്നെ പ്രൈമിങ് കോട്ട്, സെക്കൻഡ് കോട്ട്, അതുപോലെ ഫിനിഷിംഗ് കോട്ട്. ഇങ്ങനെയാണ് നമ്മൾ വൈറ്റ് വാഷ് അടിച്ച് ഫുള്ളാക്കുക അല്ലേ? 2-3 സ്റ്റെപ്പ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ വൈറ്റ് വാഷ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ലൈം വൈറ്റ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എങ്ങനെ ലൈം വൈറ്റ് വാഷ് ഉണ്ടാക്കുന്നത്? ടു മേക്ക് ലൈം വൈറ്റ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഗേദർ മെറ്റീരിയൽസ്. എന്താ ഗേദർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കൂട്ടുക. മെറ്റീരിയൽസിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് കൂട്ടുക. ഏതൊക്കെ മെറ്റീരിയൽസ് വേണം നമുക്ക്? ഹൈഡ്രേറ്റഡ് ലൈം. നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ഏത് പ്രൊഡക്റ്റ് വേണ്ടേ? ഹൈഡ്രേറ്റഡ് ലൈം. പിന്നെന്താണ്? സെക്കൻഡ് വൺ വാട്ടർ. പിന്നെന്താണ്? എ ലാർജ് ബക്കറ്റ്. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാർജ് ബക്കറ്റ് ആൻഡ് സ്റ്റിറൈങ് ടൂള്. എന്താ സ്റ്റിറൈങ് ടൂൾ എന്ന് വെച്ചാൽ മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ മിക്സ് ചെയ്യാനായിട്ടൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്, പെയിൻ്റൊക്കെ മിക്സ് ചെയ്യുന്നത്. പിന്നെ അതായത് നമ്മൾ ബ്ലെൻഡ് ചെയ്യിക്കുന്ന ഒരു ടൂള് കണ്ടിട്ടുണ്ടോ? ബീറ്റർ പോലത്തെ, അതായത് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബീറ്റർ പോലുള്ള ഒരു സ്റ്റിറൈങ് ടൂൾ. അതായത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പെയിൻ്റൊക്കെ ഒന്നിൽ മറ്റൊന്ന് കളറ് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും അല്ലേ? നന്നായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കളറ് മിക്സിങ് വരാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത് ഈ സ്റ്റിറൈൻ ടൂൾ. നമ്മളിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബീറ്റർ പോലുള്ള ടൂള്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ബീറ്റർ വെച്ച് യൂസ് ചെയ്യില്ലേ?
ബീറ്റർ. അതിന് കുറച്ച് വലിപ്പമുള്ളത്, കുറച്ച് വലുത്, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. എന്താ? വൈബ്രേറ്റർ അല്ല, ശരിക്കും മിക്സ് ചെയ്യുന്ന ഒരു ബീറ്റർ. ശരിക്കും അതൊരു ബീറ്ററാണ്. എന്താ? അതന്നെ മിക്സർ. അതായത് ശരിക്കും പറയാം സ്റ്റിറൈൻ ടൂൾ, അതായത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതേതും ആവാം. ഓക്കെ, ഇതൊക്കെയാണ് വേണ്ടത്. എന്താണെന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ലൈം, വാട്ടർ, പിന്നെ ഒരു ബക്കറ്റ് ആവശ്യമുണ്ട്, അതുപോലെ സ്റ്റിറൈൻ ടൂൾ, അതായത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു ടൂള്, ഒരു ബീറ്റർ എന്തെങ്കിലും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? മിക്സ് ദി ലൈം. നമ്മൾ ലൈമിനെ മിക്സ് ചെയ്യാൻ പോകണം. എന്താണ്? സ്ലോലി ആഡ് ദി ഹൈഡ്രേറ്റഡ് ലൈം ടു ദി വാട്ടർ. വാട്ടറിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നമ്മുടെ ഹൈഡ്രേറ്റഡ് ലൈം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിറൈൻ കോൺസ്റ്റൻ്റിൽ ടു അവോയ്ഡ് ലംപ്സ്. എന്താ ലംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വെള്ളത്തിൽ ഒരു പൗഡർ ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യണതിന് മുമ്പ് നോക്കുമ്പോൾ നമുക്ക് കട്ടകൾ കാണാം അല്ലേ? കട്ടകളായിട്ടിരിക്കും. അത് വാട്ടറിൽ ശരിക്കും മിക്സ് ആവാണ്ട് കട്ടകളായിട്ടിരിക്കും. അങ്ങനെ കട്ടകളാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിൽ ഹൈഡ്രേറ്റഡ് ലൈം യൂസ് ചെയ്യുമ്പോൾ പതുക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, സ്റ്റിറൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അതെന്തിനു വേണ്ടിയിട്ട്? അവോയ്ഡ് ലംപ്. എന്താ ലംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ടകൾ ഫോം നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഫുഡിൻ്റെ എന്തെങ്കിലും മിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നമുക്കറിയാം. നമുക്ക് വെള്ളത്തിലേക്ക് പൗഡർ അല്ലെങ്കിൽ പൗഡറിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കലക്കുന്ന സമയത്ത് കട്ടകൾ വരും അല്ലേ? ഒരു പൊടിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അവിടെ കട്ടകൾ ഫോം ചെയ്യും. അതിനാണ് ഈ ലംപ് എന്ന് പറയുക, ലംപ്സ്. ഓക്കെ, അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിലേക്ക് ഹൈഡ്രേറ്റഡ് ലൈം ഇട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം? ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ അല്ലേ സെക്കൻഡ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? അഡ്ജസ്റ്റ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്താ? നമുക്ക് വേണ്ട ടെക്സ്ചർ അല്ലേ? അതിൻ്റെ ടെക്സ്ചറിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയാം. ഏത് ടെക്സ്ചർ ആയിരിക്കണം? ഇപ്പം നമ്മളിപ്പോൾ ഒരു ദോശ ഉണ്ടാക്കുന്ന ടെക്സ്ചർ ആയിരിക്കില്ല വേറൊരു പുട്ടുണ്ടാക്കുമ്പോൾ വേണ്ടത് അല്ലേ? അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വേണ്ടത് അല്ലേ? വേറെ കൺസിസ്റ്റൻസിയിൽ അത് ഉണ്ടാക്കുക അല്ലേ? ചപ്പാത്തി ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി ഹാർഡായിട്ടായിരിക്കും അല്ലേ ഉണ്ടാക്കുക? ഗോതമ്പ് മാവ് കുറച്ച് ഹാർഡായിട്ടായിരിക്കും. പക്ഷെ ദോശ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്? കുറച്ച് ലൂസി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അല്ലേ? നമുക്ക് ഒഴിച്ചിങ്ങനെ പരത്താൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും അല്ലേ? അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല പുട്ടിന് അല്ലേ? വേറെ കൺസിസ്റ്റൻസി, അതിൻ്റെ ഒരു ടെക്സ്ചർ ഫോമിനെ നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയാം. ക്ലിയർ ആണോ അത്? ക്ലിയർ അല്ലേ? അപ്പോൾ കൺസിസ്റ്റൻസി നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം? ആഡ് മോർ വാട്ടർ ആസ് നീഡ് ടു റീച്ച് എ സ്മൂത്ത് ക്രീമി കൺസിസ്റ്റൻസി. നമ്മൾ വൈറ്റ് വാഷ് അടിക്കുമ്പോൾ ഏത് കൺസിസ്റ്റൻസി വേണ്ടേ? കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ക്രീമി കൺസിസ്റ്റൻസി വേണം അല്ലേ? എന്നാലല്ലേ നമ്മൾ ഈ അടിക്കുന്ന വൈറ്റ് വാഷ് ആ വോളിൽ സ്റ്റിക്കായിട്ടിരിക്കുള്ളൂ. വേണ്ടേ? നമ്മളിങ്ങനെ വെള്ളം പോലുള്ളതാണെങ്കിൽ എന്താ, അടിച്ചപ്പോൾ തന്നെ അത് ഒലിച്ചിറങ്ങും. അങ്ങനെ ഒലിച്ചിറങ്ങുന്നതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ അടിക്കുമ്പോൾ അതൊരു കുറച്ച് സ്റ്റിക്കി ആയിട്ട് ആ വോളിൽ ഇങ്ങനെ ഇരിക്കണം അല്ലേ? പിടിച്ചിരിക്കണം. അത് കുറച്ച് സ്റ്റിക്കായിട്ടിരിക്കണം, അതായത് പശ പോലെ ആ വോളിൽ ഒട്ടിയിരിക്കണം. എന്ന് വെച്ചാൽ അത്ര കട്ടിയിലും ആവാൻ പാടില്ല അല്ലേ? അതെന്താണ് പറഞ്ഞത്? കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി. എന്താ? ക്രീമി കൺസിസ്റ്റൻസി, കുറച്ച് ക്രീമായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം എന്താവാനായിട്ട്? ഈ വൈറ്റ് വാഷിൻ്റെ കൺസിസ്റ്റൻസി അത്ര വേണം. ആ കൺസിസ്റ്റൻസിയിൽ എത്താനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് കട്ടി കൂടുതലാണെങ്കിൽ, കൺസിസ്റ്റൻസി കൂടുതലായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ആവശ്യമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓപ്ഷണൽ സോൾട്ട് അഡിഷൻ. എന്താ? ഇഫ് ഡിസൈഡ് ആഡ് ദി സോൾട്ട് ടു ദി മിക്സ്ചർ ആൻഡ് സ്റ്റിർ വെൽ. എന്താണ് പറഞ്ഞത്? നമുക്കിപ്പോൾ എന്തെങ്കിലും
അതിൻ്റെ കൂടെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്താണ്, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെർമിറ്റ് പ്രൂഫുകളായിരിക്കാം അല്ലേ, നമുക്ക് എന്തെങ്കിലും ഈ ബാക്ടീരിയൽ ഫംഗൽ പോലുള്ള കാര്യങ്ങളെ ഡിഫെക്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സാൾട്ടുകളായിരിക്കാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും മരുന്നിൻ്റെ ഫോമിലുള്ള കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം. ഓക്കെ, ചിലവർ ഈ വൈറ്റ് വാഷ് ആണെങ്കിലും ചെറുതായിട്ടൊരു ലൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, അറിയോ? വൈറ്റ് വാഷ് ആണെങ്കിലും ചെറുതായിട്ടൊരു ബ്ലൂയിഷോ ഗ്രീൻ കളറോ ചെറിയ ലൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ലൈറ്റ് കളേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആ ഒരു ഓപ്ഷനാണ് ഈ 4th സ്റ്റെപ്പിൽ പറയുന്ന ഓപ്ഷണൽ സാൾട്ട് അഡീഷൻ. നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ സ്റ്റെപ്പിലാണ്. ഓക്കെ, ആവശ്യമെങ്കിൽ മാത്രം, അത് ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ അല്ലേ? അത്രയാണ് നമ്മൾ എന്തിൽ പറയുന്ന വൈറ്റ് വാഷിൻ്റെ പ്രിപ്പറേഷൻ. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, റെഡി ടു യൂസ് ആണത്, നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ മെറ്റീരിയൽസ് ഏതൊക്കെ വേണ്ടതെന്ന് നോക്കി. ഹൈഡ്രേറ്റഡ് ലൈം, വാട്ടർ, പിന്നെ ബക്കറ്റ്, പിന്നെന്താണ് സ്റ്റിറൈങ് ടൂള്, മിക്സ് ചെയ്യാനായിട്ടുള്ള ടൂള്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. വാട്ടറിലേക്ക് പതുക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലൈം ആഡ് ചെയ്ത് കൊടുക്കണു. നല്ല കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് മിക്സ് ചെയ്തും കൊടുക്കുന്നു, ലംസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തേർഡ് സ്റ്റെപ്പിൽ എന്താണ്, അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആക്കുന്നു അല്ലേ, കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസി, അതായത് ഒരു ക്രീമി ടെക്സ്ചർ വേണം നമുക്ക് കിട്ടാനായിട്ട്. എന്നാലാണ് ആ വോളിൽ നമ്മൾ വൈറ്റ് വാഷ് അടിക്കുന്ന വോളിൽ കറക്റ്റായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കുകയുള്ളൂ. ഓക്കെ, വെള്ളം പോലുള്ള ഭയങ്കരമായിട്ട് വെള്ളം പോലെയാണെങ്കിൽ എന്താണ്, ഒലിച്ചിറങ്ങും, അത് ആ വോളിൽ അങ്ങനെ തന്നെ ഇരിക്കില്ല. നമ്മൾ ആദ്യത്തെ അണ്ടർ കോട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടിയും നമ്മൾ ഈ ക്രീമി കൺസിസ്റ്റൻസി വിട്ട് കുറച്ച് കുറയ്ക്കും, കൺസിസ്റ്റൻസി കുറച്ചതിന് ശേഷം അടിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ അടിക്കുന്നതിനനുസരിച്ച് എന്താണ്, കൺസിസ്റ്റൻസി ഇങ്ങനെ ക്രീമി ടെക്സ്ചറായിട്ട് വരണം, എന്നാലാണ് ആ വോളിൽ സ്റ്റിക്കായിട്ടിരിക്കുകയുള്ളൂ അല്ലേ. ഫിനിഷിംഗ് കോട്ടൊക്കെ അടിക്കുമ്പോൾ നല്ല ക്രീമി സ്ട്രക്ചറിൽ അടിച്ചാലേ കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ടിരിക്കുകയുള്ളൂ വോളിൽ. ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ ആ കൺസിസ്റ്റൻസിയിൽ നമ്മൾ അടിക്കണം. ഓക്കെ, അടുത്ത എന്താ അവസാനത്തെ പോയിന്റ് പറഞ്ഞില്ല മേഡം, അത് കറക്റ്റ്, അത് എന്ത് പർപ്പസ്, കുറച്ച് ബ്രൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ യൂസ് ചെയ്യാറ്? അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ടെർമിറ്റ് പ്രൂഫൊക്കെ യൂസ് ചെയ്യും ചിലർ, അതായത് ഈ ചെതൽ പോലുള്ള കാര്യങ്ങളൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലായിട്ടുള്ള മരുന്നുകൾ യൂസ് ചെയ്യും ചിലർ. അതുപോലെ കളറ് കുറച്ച് ബ്രൈറ്റ് ആവാനായിട്ട് യൂസ് ചെയ്യും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതായത് ഓപ്ഷണലാണ്, അതായത് വേണമെങ്കിൽ മതി. ഇപ്പം ചിലർ അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്, കളർ ആഡ് ചെയ്ത് കൊടുക്കൽ. ചിലരങ്ങനെ ചെയ്യുന്നത് അധികാരം ചെയ്യണമില്ല, കുറച്ച് പേര് മാത്രം, ചിലർ മാത്രം അങ്ങനെ ചെയ്യണ കണ്ടിട്ടുള്ളൂ. അതിനാവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അതായത് ഓപ്ഷണലാണ്, അതാണ് ഓപ്ഷണൽ സാൾട്ട് അഡീഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും കെമിക്കൽ വേറെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെ അടിച്ചു കൊടുക്കുന്ന കാരണം ഈ ഓൾറെഡി ഇപ്പൊ ഒരു വാളിൽ ഇത് ഈ കെമിക്കൽ ആഡ് ചെയ്യുന്ന നേരം കൊണ്ട് നിലവിലുള്ള പെയിന്റിനെ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണോ? അല്ല, ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രം. ഓപ്ഷൻ മാത്രം. അതായത് നമ്മൾ അതിൻ്റെ മുകളിൽ അടിക്കുന്ന പെയിന്റിൻ്റെ കോട്ടുണ്ടല്ലോ, അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അടിച്ചു കൊടുക്കും, അതായത് ആ കളർ ആഡ് ചെയ്തിട്ട്. അല്ലെങ്കിൽ ഈ വൈറ്റിൻ്റെ മുകളിൽ അടിക്കുമ്പോൾ നമ്മൾ അടിക്കുന്ന കളറിൽ ചെറിയ വ്യത്യാസം വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സാണ് അത് കൂടുതൽ നോക്കുക. അതായത് നമ്മൾ അടിക്കുന്ന കളറ് ചിലപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ ആക്കാൻ വേണ്ടിയും ചിലർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ 4 സ്റ്റെപ്പാണ് എന്ത് വരുന്നത്. അതായത് ലൈം വൈറ്റ് വാഷിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത്. ഇനി ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് നേരെ ഡയറക്റ്റ്
യൂസ് ചെയ്യാം വൈറ്റ് വാഷ്. ഓക്കെ, അടുത്ത എന്താണ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്? സേഫ്റ്റി അല്ലേ? സേഫ്റ്റി ശ്രദ്ധിക്കണം. എന്താ സേഫ്റ്റിയിൽ ശ്രദ്ധിക്കാനുള്ളത്? വിയർ ഗ്ലൗസ് ആൻഡ് ഐ പ്രൊട്ടക്ഷൻ വെൻ ഹാൻഡ്ലിങ് ലൈം ആസ് ഇറ്റ് ക്യാൻ ഇറിറ്റേറ്റ് സ്കിൻ. എന്താണ് ലൈം നമ്മുടെ സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. എന്താ പൊള്ളലുകൾ കാര്യങ്ങളൊക്കെ വരും. ഈ സിമെൻറ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ, ആ സമയത്ത് പൊള്ളൽ വരില്ലേ, അതുപോലെ സെയിം തന്നെയാണ് ഈ ലൈമിൻ്റെ കേസിലും വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ണിനും അതുപോലെ തന്നെ നമ്മൾ കൈക്കും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമുക്ക് ലൈമിൻ്റെ വർക്കുകളും കാര്യങ്ങളും ചെയ്യാം. അതുപോലെ ഈ ലൈം വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഈ പുകയും കാര്യങ്ങളൊക്കെ അടിക്കും. കുറച്ച് ചൂട് ഹീറ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനത് ഡയറക്റ്റായിട്ട് അടിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് കേടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐ പ്രൊട്ടക്ഷൻ ഗ്ലാസ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ലൈമിൻ്റെ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ വൈറ്റ് വാഷിങ് അതുപോലെ ലൈം മോട്ടാർ നമ്മൾ പ്രിപ്പയർ ചെയ്തില്ലേ, അതൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷേ ഈ വൈറ്റ് സിമെന്റിലും അതുപോലെ പെയിന്റിന്റെ എല്ലാ കണ്ടന്റിലും ഈ ലൈം അടങ്ങിയിട്ടുണ്ട്. ആ പെയിൻറ്റും നമ്മൾ ഡയറക്റ്റായിട്ട് പെയിൻറ്റിൻ്റെ സ്മെല്ലും നമുക്ക് അത്ര നല്ലതല്ല ശ്വസിക്കുന്നതും. അത് കെമിക്കലാണ്. എല്ലാത്തിലും ഒരു തരം കെമിക്കൽസ് ഉണ്ട്. അത് നമ്മുടെ അത്രയും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല ഒന്നും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒട്ടുമിക്ക സാധനങ്ങൾ, ഇപ്പോൾ വുഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാർണിഷ് പോലുള്ള പ്രൈമർ, വാർണിഷ്, തിന്നർ അതുപോലുള്ള കാര്യങ്ങൾ ഒട്ടും നമ്മുടെ സ്കിന്നിനും അതുപോലെ നമുക്ക് അതിൻ്റെ സ്മെല്ലൊന്നും ശ്വസിക്കുന്നത് ഒട്ടും നല്ലതല്ല. ഓക്കെ, ഇപ്പോൾ പെയിൻ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം മാസ്ക് വയ്ക്കുക. അല്ല, നമുക്ക് ആദ്യമായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ സ്മെല്ല് അടിക്കുന്ന സമയത്ത് നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അത് ചിലർക്ക് അതിൻ്റെ ഒരു അലർജിയൊക്കെ ഉണ്ട്. എനിക്ക് പുതിയ പെയിൻറ്റ് സ്മെല്ല് അലർജി ഉള്ള ആളാണ്. ഒരുവിധം പേർക്ക് അങ്ങനെ സ്മെല്ല് അലർജി അങ്ങനത്തെ കുറച്ച് അലർജീസ് കൂടുതലുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതിനുള്ള സേഫ്റ്റി നമ്മൾ ചെയ്യണം. പിന്നെ അപ്ലിക്കേഷൻ അപ്ലൈ ദി ലൈം വാഷ് വിത്ത് എ ബ്രഷ് ടു ദി ഡിസേർഡ് സർഫസ്. നമ്മൾ എന്താണ് ലൈം വാഷൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ലൈം വൈറ്റ് വാഷ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രഷ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കൈയായിട്ട് കൂടുതലായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കുക. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെന്താണ് ഡ്രൈയിങ് ടൈം. അലോ ദി വൈറ്റ് വാഷ് ടു ഫുള്ളി ഡ്രൈ ബിഫോർ അപ്ലൈയിങ് അനദർ കോട്ട്. നമ്മൾ പറഞ്ഞു നമ്മൾ ആദ്യം അണ്ടർ കോട്ട് അടിച്ചെടുക്കും അല്ലേ, ആദ്യത്തെ കോട്ട്. പിന്നെന്താണ് പ്രൈമറായിട്ട് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കോട്ട് നമ്മൾ അടിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞ് അത് ഡ്രൈ ആയതിനു ശേഷം മാത്രം അടുത്തത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ആദ്യത്തെ കോട്ട് അടിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാണ്. നമ്മൾ ആദ്യത്തെ കോട്ട് അപ്ലൈ ചെയ്തു, അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ സമയത്ത് ഫസ്റ്റ് അടിച്ചത് നമ്മൾ അടിച്ചതിൻ്റെ ഒപ്പം പോരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ആദ്യത്തെ കോട്ട് അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം സെക്കൻഡ് ആയിട്ടുള്ള കോട്ട് അടിച്ചു കൊടുക്കുക. അത് ഏതിലായാലും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിക്കുന്ന അണ്ടർ കോട്ടും ഫസ്റ്റ് കോട്ടാണെങ്കിലും സെക്കൻഡ് കോട്ടും ഫിനിഷിംഗ് കോട്ടാണെങ്കിലും നമ്മളിങ്ങനെ അടിക്കുക അണ്ടർ കോട്ട്, പിന്നെ ഫസ്റ്റ് കോട്ട് അടിക്കും, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ട് അടിക്കും, അതിന് ശേഷമാണ് ഫിനിഷിംഗ് കോട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം എല്ലാവരും ഒരൊറ്റ കോട്ട് മാത്രമേ അടിക്കുള്ളൂ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ രണ്ട് കോട്ട്. സിമെന്റ് പ്രൈമർ യൂസ് ചെയ്യും. സിമെന്റ് പ്രൈമർ ഒരു പൗഡർ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണല്ലേ. ഇപ്പൊ നമുക്ക് പ്ലാസ്റ്ററിംഗ് ആയാലും ഒരു പൗഡർ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒക്കെ ജസ്റ്റ് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നുള്ളൂ. അത് നമുക്ക്
നമുക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്യേണ്ട, അതിനൊരു മെഷീനൊക്കെ വന്നിട്ടുണ്ട്. അത് വെച്ച് ഡയറക്റ്റായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ പ്ലാസ്റ്ററിംഗ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ലേ പറയുന്നത്? പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ലേ? പ്ലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പം നമുക്ക് ഇത്രത്തോളമാണ് ലൈമിൻ്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട്, അത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അത് ഫാറ്റ് ലൈമും ഹൈഡ്രോളിക് ലൈമും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു കമ്പാരിസൺ. ഓക്കെ, ഇത് എന്താ പുട്ടിയുടെ വർക്ക് വരികയാണെങ്കിലോ? മേ ബി ഇപ്പോ പുട്ടിയുടെ വർക്ക് വരില്ലേ? പുട്ടിയുടെ വർക്ക് നമ്മൾ ശരിക്കും ചെയ്യുക പെയിന്റിങ്ങിന് മുമ്പാ. പെയിന്റിങ്ങിന് മുന്നായിട്ടാണ് നമ്മൾ പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. പുട്ടി പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ മെറ്റീരിയൽ ഒക്കെ പോലെ. ലൈം തന്നെ. ലൈം എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഒരു തരം ലൈമാണ്. ഓക്കെ, ഇത് സിലബസിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ടോപ്പിക്കാണ്, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത് ഞാൻ ഒന്ന് കൂടി ആഡ് ചെയ്തെന്നുള്ളൂ. അതിൻ്റെ കോമ്പോസിഷനാണ് ആദ്യം വരുന്നത്. കോമ്പോസിഷൻ പറയുമ്പോൾ ഫാറ്റ് ലൈമിൻ്റെ കോമ്പോസിഷൻ, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം കമ്പാരറ്റീവ്ലി പ്യുവർ കാർബണേറ്റ് ഓഫ് ലൈം കണ്ടെയ്നിങ് ഓൺലി 5% ഓഫ് ക്ലേ ഇമ്പ്യൂരിറ്റി. എന്താണ് ഫാറ്റ് ലൈമിൻ്റെ കേസിൽ വരുന്നത്? പ്യുവർ ആയിട്ടുള്ള കാർബണേറ്റിൻ്റെ ഫോമാണ്. ഫാറ്റ് ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചു ആദ്യമേ. പ്യുവർ ആയിട്ടുള്ള കാർബണേറ്റിൻ്റെ ഫോമാണ് വരുന്നത്. പ്യുവർ ആയിട്ടുള്ള കാർബണേറ്റിൻ്റെ ഫോമാണ്. ഒരു 5% മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഇമ്പ്യൂരിറ്റി, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹൈഡ്രോളിക് ലൈമിൻ്റെ കോമ്പോസിഷൻ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ലൈം സ്റ്റോൺ കണ്ടെയ്നിങ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് അബൌട്ട് 5 to 30% ആൻഡ് സം എമൗണ്ട് ഓഫ് ഫെറസ് ഓക്സൈഡ്. എന്താണ് വരുന്നത്? 5 തൊട്ട് 30% വരെ എന്താണ്? ലൈം സ്റ്റോണിൻ്റെ കണ്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? ഫെറസ് ഓക്സൈഡും കണ്ടൻറ്റ് വരുന്നുണ്ട്. സം എമൗണ്ട് ഓഫ് ഫെറസ് ഓക്സൈഡ്, എന്താ ഫെറക്സ് ഓക്സൈഡിൻ്റെ, അതായത് അയൺ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റും കൂടി വരുന്നുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ശരിക്കും അതിൻ്റെ ടൈപ്സ് നമ്മൾ പഠിച്ചില്ലേ? ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്ന സെയിം തന്നെയാണ് ഇതും, ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാൻ. നോട്ട്സിൽ എന്തായാലും ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങൾക്ക് എക്സാം സിലബസിലുള്ളതല്ല, ഞാൻ എക്സ്ട്രാ ഒരു നോട്ട് എന്നുള്ള രീതിയിൽ തന്നുള്ളൂ. ഇല്ല, നിങ്ങൾക്ക് സിലബസിൽ ഇതില്ല, പക്ഷേ നിങ്ങൾ ചോദിക്കാം. അതായത് ഫാറ്റ് ലൈമും ഹൈഡ്രോളിക് ലൈമും നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലേ? ടൈപ്സിൽ പഠിക്കാനുണ്ട്. അതായത് എന്താ നമുക്ക് ഈ ഫാറ്റ് ലൈമും ഹൈഡ്രോളിക് ലൈമും ഒക്കെ പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ലൈമിൽ. അപ്പം നമുക്ക് ഇത് പഠിക്കണോണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. ഇതല്ലേ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ്. എന്താ ടിമ്പറിന് വരാറുണ്ട്. ടിമ്പറിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസാണ് ചോദിക്കാറുള്ളത് കേട്ടോ. പ്രോപ്പർട്ടീസും അതുപോലെ വെറൈറ്റീസ്. ടിമ്പറിൻ്റെ പ്രൊഡക്ട്സ്, വെറൈറ്റീസിലുള്ള പ്രൊഡക്ട്സ് ഇല്ലേ, നമ്മൾ പ്ലൈവുഡ്, ഹാർഡ് ബോർഡ്, അങ്ങനത്തെ ഒക്കെ പഠിച്ചില്ലേ, വിനീർ, അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഡിഫക്ട്സും, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു സീസണിങ് ചോദിക്കും. ഒന്നില്ലെങ്കിൽ നാച്ചുറൽ സീസണിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീസണിങ് ആയിരിക്കാം ചോദിക്കാം. ഏത് സീസണിങ് ആയാലും ചോദിക്കാം. രണ്ടും ഒരുമിച്ച് ചോദിക്കാം. സീസണിങ് ഓഫ് ടിമ്പർ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കണേന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെറുതായിട്ട് ബ്രീഫ് കൊടുക്കണം. നാച്ചുറൽ സീസണിങ് എന്താണ്, അതുപോലെ ആർട്ടിഫിഷ്യൽ സീസണിങ്ങിൽ ഇതൊക്കെയാണ് വരുന്നത്, അങ്ങനെ ഒരു ബ്രീഫായിട്ടുള്ളത് കൊടുത്താൽ മതി 5 മാർക്കിന്. അല്ലെങ്കിൽ ഒരു സീസണിങ്, ഇപ്പോൾ നാച്ചുറൽ സീസണിങ് ആണെങ്കിൽ ആ നാച്ചുറൽ സീസണിങ് കറക്റ്റായിട്ട് എഴുതി നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഡിഫക്ട്സ് പറയുകയാണെങ്കിൽ ഡിഫക്ട്സ് കുറച്ചുണ്ട്, അത് നിങ്ങൾക്ക് പറയാം, ഡിഫക്റ്റ് എഴുതാം അല്ലേ?
5 മാർക്കിനുള്ള ഡിഫക്ട്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് ചോദിക്കാം 5 മാർക്കാണ്, മാക്സിമം മാർക്ക് 5 മാർക്കാണ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തെന്താണ് അതിൻ്റെ സ്ലേക്കിംഗ് ആക്ഷൻ. എന്താ സ്ലേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു വാട്ടറിൻ്റെ ടെക്സ്ചറിലേക്ക് മാറുക, അതാണ് സ്ലേക്കിങ് വരുന്നത്. ഇറ്റ് സ്ലേക്സ് വിഗ്രസ്ലി. എന്താ വിഗ്രസ്ലി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ. എന്താ ശക്തമായ രീതി, അതായത് ശക്തിയായിട്ട്. ഓക്കെ, അതിനാണ് എന്ത് പറയുക? വിഗ്രസ്ലി മീനിങ് കേട്ടോ. ഉണ്ടോ? കണ്ടോ? ശക്തമായിട്ടുള്ള സ്ലേക്കിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് ആർക്കാണ്? ഫാറ്റ് ലൈമിന്. ഫാറ്റ് ലൈമിന് എന്തുണ്ട്? സ്ലേക്കിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസ് ടു അബൌട്ട് 2 to 2.5 times ദി വോളിയം ഓഫ് ക്യുക്ക് ലൈം. ക്യുക്ക് ലൈം നമ്മൾ സ്ലേക്കഡ് ലൈമായിട്ട് മാറുന്നു പറഞ്ഞു. ഈ ക്യുക്ക് ലൈം സ്ലേക്കഡ് ലൈമായിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ വോളിയത്തിന് എന്ത് മാറ്റം സംഭവിക്കും? എന്ത് മാറ്റം സംഭവിക്കുക? 2 മുതൽ 2.5 ടൈംസ് വരെ. 2 ഇരട്ടിയായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് 2 ഇരട്ടിയും പകുതിയും, അത്രത്തോളം അതിൻ്റെ വോളിയത്തിന് കൂടുതൽ വരും, വോളിയം കൂടുതലാവും. ക്യുക്ക് ലൈം സ്ലേക്കഡ് ലൈം ആവുന്ന സമയത്ത് അതിൻ്റെ വോളിയം 2 ടൈംസോളം ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൂടും. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ്? ദ സ്ലേക്കിംഗ് ഈസ് അക്കംപൈൻഡ് ബൈ സൗണ്ട് ആൻഡ് ഹീറ്റ്. എന്താ? സൗണ്ടും ഹീറ്റും ഉണ്ടാവുന്നുണ്ട്. ഈ വോളിയം ഇൻക്രീസ് ചെയ്യുക. അതായത് ക്യുക്ക് ലൈം എന്താണ്? സ്ലേക്കഡ് ലൈം, അതായത് സ്ലേക്കഡ് ആവുന്ന സമയത്ത് എന്താണ്? 2 ടൈംസ്, അതായത് 2 ടൈംസോളം അതിൻ്റെ വോളിയം. ആരുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ. വോളിയം കൂടുന്നുണ്ട്, അതുപോലെ തന്നെ സൗണ്ടും ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൈഡ്രോളിക് ലൈമിൽ വരുമ്പോൾ എന്താണ്? ഇറ്റ്സ് സ്ലേക്ക് സ്ലോലി. സ്ലേക്കിംഗ് പ്രോപ്പർട്ടി എന്താണ്? കുറവാണ്. ഹൈഡ്രോളിക് ലൈമിന് സ്ലേക്കിംഗ് ആവാനുള്ള പ്രോപ്പർട്ടി കുറവാണ്. അത് പതുക്കെയാണ് എന്താവുള്ളൂ? സ്ലേക്കിംഗ് ആവുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇറ്റ്സ് വോളിയം സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ്. അതായത് സ്ലേക്കിംഗ് പതുക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? വോളിയം ഇൻക്രീസ് ആവുന്നതും പതുക്കെയാണ്, സ്ലൈറ്റ്ലി. അതായത് ചെറിയ രീതിയിലുള്ള വോളിയത്തിനുള്ള ചേഞ്ച് മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെന്താണ്? ദ സ്ലേക്കിംഗ് ഈസ് നോട്ട് അക്കംപൈൻഡ് ബൈ സൗണ്ട് ഓർ ഹീറ്റ്. അതായത് സ്ലേക്കിംഗ് കുറച്ച് പതുക്കെയാണ് നടക്കുന്നുള്ളൂ. അപ്പം എന്താണ്? സൗണ്ടും ഹീറ്റും എന്തായിരിക്കും? ഉണ്ടായിരിക്കില്ല. അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. പിന്നത്തെ എന്താണ് ഡിഫറൻസ് വരുന്നത്? ഇറ്റ് സെറ്റ് സ്ലോലി ഇൻ പ്രസൻസ് ഓഫ് എയർ. എയറിൻ്റെ പ്രസൻസിൽ വരുമ്പോൾ ഫാറ്റ് ലൈം എന്താണ്? സ്ലോ ആയിട്ട്, അതായത് പതുക്കെ മാത്രമേ സെറ്റിംഗ് ആവുള്ളൂ. ഓക്കെ, എയറിനായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് പതുക്കെ മാത്രമേ സെറ്റ് ആവുള്ളൂ. ഇറ്റ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ആൻഡ് ഫോംസ് കാൽസ്യം കാർബണേറ്റ്. എന്താണ്? ഫാറ്റ് ലൈം എന്ത് ചെയ്യും? എയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് വലിച്ചെടുത്തിട്ട് എന്താവും? കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. അത് നമ്മൾ പഠിച്ചതല്ലേ ഫാറ്റ് ലൈമിൽ? പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. അതാണ് ആക്ഷൻ, അതായത് സെറ്റിംഗ് ആക്ഷൻ, എയർ ആയിട്ടുള്ള കോണ്ടാക്റ്റ് വരുമ്പോൾ. അതേസമയം ഹൈഡ്രോളിക് ലൈമിൽ എന്താ വരുന്നത്? ഇറ്റ് സെറ്റ്സ് അണ്ടർ വാട്ടർ. അതായത് എന്താണ്? വാട്ടറിലിരിക്കുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? ഹൈഡ്രോളിക് ലൈം സെറ്റ് ആവുള്ളൂ. അതായത് വാട്ടറിൽ മുങ്ങിയിരിക്കുന്ന സമയത്താണ്, അതായത് വാട്ടറിലുള്ള സമയത്താണ് എന്ത്? ഹൈഡ്രോളിക് ലൈം സെറ്റിംഗ് ആവുള്ളൂ.
ഓക്കെ, ഇറ്റ് കമ്പൈൻസ് വിത്ത് വാട്ടർ ആൻഡ് ഫോംസ് ക്രിസ്റ്റൽ ഓഫ് ഹൈഡ്രേറ്റഡ് ട്രൈ കാൽസ്യം സിലിക്കേറ്റ്. എന്താണ്? വാട്ടറായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് എന്തായിട്ടാണ് മാറുന്നത്? ക്രിസ്റ്റൽസ്. എന്തിൻ്റെ ക്രിസ്റ്റൽ ഫോമിലേക്ക് ആവുക? ക്രിസ്റ്റൽസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആവുക, കട്ടകൾ. ക്രിസ്റ്റൽ ഫോം അറിയില്ലേ നിങ്ങൾക്ക്? ഐസൊക്കെ ക്രിസ്റ്റൽ ഫോമാണ് അല്ലേ? ഐസ് ക്യൂബൊക്കെ ക്രിസ്റ്റൽ ഫോം മനസ്സിലായില്ലേ? അതായത് ഈ ഹൈഡ്രോളിക് ലൈം വാട്ടറായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് സെറ്റിംഗ് ആവണേ. അങ്ങനെ സെറ്റിംഗ് ആവണ സമയത്ത് എന്താ സംഭവിക്കണം? വാട്ടറായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. വാട്ടറായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ഒരു ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറുകയാണ് വരുന്നത്. എങ്ങനെ? എന്തിൻ്റെ ക്രിസ്റ്റൽ ഫോം? ഹൈഡ്രേറ്റഡ് ട്രൈ കാൽസ്യം സിലിക്കേറ്റ്. എന്താണ്? ട്രൈ കാൽസ്യം സിലിക്കേറ്റ്. ഓക്കെ, അതിൻ്റെ ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറുമ്പോഴാണ് ഹൈഡ്രോളിക് ലൈം സെറ്റിംഗ് ആവുന്നത്. ക്ലിയർ ആയോ? അടുത്ത പോയിന്റ് നോക്കിയാലോ. 4th പോയിന്റ് എന്താണ്? ഹൈഡ്രോളിസിറ്റി. എന്താ? ഇറ്റ് ഡസ് നോട്ട് പൊസസ് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി. എന്താ ഹൈഡ്രോളിക് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ ഹൈഡ്രോളിക് പ്രോപ്പർട്ടി അറിയോ? അതായത് വെള്ളത്തിൻ്റെ മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടി ആയിരിക്കാം അല്ലേ? വെള്ളത്തിൻ്റെ മർദ്ദമായിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റേതായിട്ടുള്ള വാട്ടറിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതിനാണ് എന്ത് പറയുക നമ്മൾ? വാട്ടർ പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? വാട്ടറിൻ്റെ വോളിയമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അങ്ങനെയുള്ള പ്രോപ്പർട്ടീനാണ് നമ്മൾ എന്ത് പറയുക? ഹൈഡ്രോളിക് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇറ്റ് ഡസ് നോട്ട് പൊസസ് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി. എന്താണ്? ഫാറ്റ് ലൈമിന് എന്തില്ല? ഹൈഡ്രോളിക് പ്രോപ്പർട്ടി ഇല്ല. പക്ഷേ ഹൈഡ്രോളിക് ലൈമിന് എന്തുണ്ട്? ഇറ്റ് പൊസസ് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞു എന്തുണ്ട്? ഹൈഡ്രോളിക് പ്രോപ്പർട്ടി. ഹൈഡ്രോളിക് ലൈമിന് എന്തുണ്ട്? ഹൈഡ്രോളിക് പ്രോപ്പർട്ടി. അതിൽ ഒന്നാണ് എന്ത്? വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റിംഗ് ആവണമെന്ന് പറഞ്ഞു അല്ലേ? കഴിഞ്ഞ പോയിന്റിൽ നമ്മൾ ഹൈഡ്രോളിക് ലൈമിൻ്റെ പോയിന്റിൽ പറഞ്ഞു വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ടറായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഹൈഡ്രോളിക് ലൈം സെറ്റിംഗ് ആവുന്നു. അതെന്താണ്? അതിൻ്റെ ഒരു ഹൈഡ്രോളിക് പ്രോപ്പർട്ടിയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇറ്റ് പൊസസ് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തെന്താണ്? 5ാമത്തെ കളറ്. എന്താണ്? ഫാറ്റ് ലൈമിന് എന്താണ് കളർ? ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി വൈറ്റ് ഇൻ കളർ. ഫാറ്റ് ലൈമിൻ്റെ കളർ എന്താണ്? വൈറ്റ് കളറാണ് അല്ലേ? എന്ത് കളറാണ്? വൈറ്റ് കളറാണ് ഫാറ്റ് ലൈമിന്. ഹൈഡ്രോളിക് ലൈമിനോ? ഇറ്റ്സ് കളർ ഈസ് നോട്ട് സോ വൈറ്റ് ആസ് ഫാറ്റ് ലൈം. ഫാറ്റ് ലൈമിൻ്റെ അത്രയ്ക്ക് വൈറ്റ് കളറൊന്നും ഉണ്ടാവില്ല. ഹൈഡ്രോളിക് ലൈമിന് വൈറ്റിഷ് കളർ കുറവായിരിക്കും. ഫാറ്റ് ലൈമിനായിരിക്കും കറക്റ്റ് വൈറ്റ് കളറ്. ഹൈഡ്രോളിക് ലൈമിന് എന്താണ്? ഫാറ്റ് ലൈമിൻ്റെ അത്രയ്ക്കുള്ള വൈറ്റിഷ് കളറൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറൊന്നും ആയിരിക്കില്ല ഹൈഡ്രോളിക് ലൈമിന്. ക്ലിയർ ആണോ? കളറിൻ്റെ കാര്യം ഓക്കെ അല്ലേ? ഫാറ്റ് ലൈമിനായിരിക്കും നല്ല വൈറ്റ് കളറ്. ഹൈഡ്രോളിക് ലൈമിന് അത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ ഉണ്ടായിരിക്കില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആരും മിണ്ടുന്നില്ലല്ലോ. പിന്നെ സ്ട്രെങ്ത് നോക്കാം. എന്താ സ്ട്രെങ്ത്തിൻ്റെ കേസിൽ വരുന്നത്? ഇറ്റ് ഈസ് നോട്ട് വെരി സ്ട്രോങ്. ഓക്കെ മുനീർ, യെസ്. ഇറ്റ് ഈസ് നോട്ട് വെരി സ്ട്രോങ്. എന്താണ്? ഫാറ്റ് ലൈം അത്രയ്ക്ക് സ്ട്രോങ് ഒന്നല്ല, അതായത് അത്രയ്ക്ക് സ്ട്രെങ്ത് ഉള്ള ലൈമല്ല. ഹെൻസ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വേർ സ്ട്രെങ്ത് ഈസ് റിക്വയർഡ്. നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് വേണ്ട സ്ട്രക്ചറുകൾക്ക് ഫാറ്റ് ലൈം യൂസ് ചെയ്യില്ല. കാരണം എന്താ? ഫാറ്റ് ലൈമിന് സ്ട്രെങ്ത് കുറവാണ് അല്ലേ? ഫാറ്റ് ലൈമിന് സ്ട്രെങ്ത് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് വേണ്ട സ്ട്രക്ചറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഫാറ്റ് ലൈം യൂസ് ചെയ്യില്ല. ലൈമല്ല, ഫാറ്റ് ലൈം യൂസ് ചെയ്യില്ല. ക്ലിയർ ആണോ? ഫാറ്റ് ലൈം. ഹൈഡ്രോളിക് ലൈം എന്താ വരിക അതിനെ സംബന്ധിച്ച്? ഇറ്റ് ഈസ് സ്ട്രോങ് ആൻഡ് ക്യാൻ ദെർഫോർ ബി അഡോപ്റ്റഡ് വെർ സ്ട്രെങ്ത് ഈസ് റിക്വയർഡ്. എന്താണ്? ഹൈഡ്രോളിക് ലൈം ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ലൈമാണ്. എന്താണ്? ഹൈഡ്രോളിക് ലൈമിന് സ്ട്രെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്ട്രെങ്ത് കൂടുതൽ വേണ്ട സ്ട്രക്ചറുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യും. ഓക്കെ,
അതാണ് ഫാറ്റ് ലൈമും ഹൈഡ്രോളിക് ലൈമും തമ്മിലുള്ള സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലുള്ള ഡിഫറൻസ്. ഫാറ്റ് ലൈം എന്താണ്? സ്ട്രെങ്ത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രെങ്ത്ത് വേണ്ട സ്ട്രക്ചറുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ഫാറ്റ് ലൈം ഉപയോഗിക്കില്ല. അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്? ഹൈഡ്രോളിക് ലൈം. അതായത് സ്ട്രെങ്ത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത്ത് കൂടുതൽ വേണ്ട സ്ഥലത്ത് ഹൈഡ്രോളിക് ലൈമിനെ ഉപയോഗിക്കും. ക്ലിയർ ആണോ? അതുപോലെ ഇതിൻ്റെ യൂസസ് നോക്കാം. ഫാറ്റ് ലൈം എന്തിനു യൂസ് ചെയ്യുക? അതായത് അധികം സ്ട്രെങ്ത് ഒന്നും വേണ്ടാത്ത സ്ട്രക്ചറുകൾക്കായിരിക്കും അല്ലേ ഫാറ്റ് ലൈം യൂസ് ചെയ്യുക. കാരണം ഫാറ്റ് ലൈം സ്ട്രെങ്ത് കുറവല്ലേ. അപ്പോൾ എന്തിനൊക്കെ ആയിരിക്കും? പ്ലാസ്റ്ററിങ്, വൈറ്റ് വാഷിങ് എക്സെട്ര. ആൻഡ് ഫോർ പ്രിപ്പയറിങ് മോട്ടാർ വിത്ത് സാൻഡ് ഓർ സുറുക്കിയും സാൻഡും മോട്ടാർ ഉണ്ടാക്കാനായിട്ട് ലൈം മോട്ടാർ യൂസ് ചെയ്യില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? ഈ ഫാറ്റ് ലൈമാ യൂസ് ചെയ്യാം. ഓക്കെ. ഹൈഡ്രോളിക് ലൈമോ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിങ് മോട്ടാർ ഫോർ തിക്ക് വാൾസ്, ഡാം പ്ലേസസ് എക്സെട്ര. എന്താണ്? തിക്കായിട്ടുള്ള വാൾ തിക്നെസ് കൂടുതലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലൈം മോട്ടാറാണ്, അതായത് ഹൈഡ്രോളിക് ലൈം വെച്ചിട്ടുള്ള മോട്ടാറാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? പിന്നെന്താണ്? എക്സ്ട്രീം കെയർ ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ മോട്ടാർ ഓഫ് ദിസ് ലൈം ഫോർ പ്ലാസ്റ്റർ വർക്ക്. എന്താണ്? നമ്മളിത് പ്ലാസ്റ്റർ വർക്കിന് യൂസ് ചെയ്യും. പക്ഷെ എന്താണ്? ഒരു എക്സ്ട്രാ കെയറിങ് അല്ലെങ്കിൽ എക്സ്ട്രാ സൂപ്പർവൈസിങ് ഒക്കെ ചെയ്തതിന് ശേഷമേ എന്ത് യൂസ് ചെയ്യുള്ളൂ? പ്ലാസ്റ്റർ വർക്ക് ചെയ്യാനായിട്ട് ഹൈഡ്രോളിക് ലൈം നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ആദ്യത്തെ ഡിഫറൻസ് എന്താണ്? അതിൻ്റെ കോമ്പോസിഷൻ, അത് ഉണ്ടാവുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിലെത്രത്തോളം എന്തിൻ്റെ കണ്ടൻറ്റ്? കാൽസ്യം കാർബണേറ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, അതുപോലെ ഇമ്പ്യൂരിറ്റി കണ്ടൻറ്റ് ഉണ്ടെന്നാണ് ആദ്യം കോമ്പോസിഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ അത്? അതുപോലെ തന്നെയാണ് എന്താണ് സ്ലേക്കിംഗ് ആക്ഷൻ. എങ്ങനെയാണ് സ്ലേക്കിംഗ് ആവുന്നതെന്ന്? ഒരെണ്ണം പെട്ടെന്ന് സ്ലേക്കിംഗ് ആവും, ഒന്ന് സ്ലേക്കിംഗ് കുറവാണ്. ഫാറ്റ് ലൈം പെട്ടെന്ന് സ്ലേക്കിംഗ് ആവും, ഹൈഡ്രോളിക് ലൈം എന്താണ്? പതുക്കെ മാത്രമേ ആവുന്നുള്ളൂ അല്ലേ. അടുത്തത് സെറ്റിംഗ് ആക്ഷൻ. എന്താണ്? ഫാറ്റ് ലൈം പതുക്കെ എയറിൻ്റെ പ്രസൻസിൽ പതുക്കെ മാത്രമേ സെറ്റിംഗ് ആവുള്ളൂ അല്ലേ. അതുപോലെ തന്നെ എന്താണ്? എയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. ഹൈഡ്രോളിക് ലൈം എന്താണ് പ്രത്യേകത? വാട്ടറിൻ്റെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ പെട്ടെന്ന് സെറ്റിംഗ് ആവും. എന്തിൻ്റെ ക്രിസ്റ്റൽ ഫോമിലേക്കാവും? ഹൈഡ്രേറ്റഡ് ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, അതിൻ്റെ ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറും ചെയ്യും. പിന്നെ ഹൈഡ്രോളിക് പ്രോപ്പർട്ടി. ഫാറ്റ് ലൈമിന് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി ഇല്ല, പക്ഷെ ഹൈഡ്രോളിക് ലൈമിന് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഹൈഡ്രോളിക് ലൈം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അതാണ് 4 പോയിൻറ്റ്. 5ാമത്തെ പോയിൻ്റ് എന്താണ്? കളറ്. ഫാറ്റ് ലൈമിന് വൈറ്റ് കളർ കൂടുതലായിരിക്കും, ഹൈഡ്രോളിക് ലൈമിന് ഫാറ്റ് ലൈമിൻ്റെ അത്രയ്ക്ക് വൈറ്റിഷ് കളർ ഉണ്ടാവില്ല. പിന്നെ സ്ട്രെങ്ത്ത്. ഫാറ്റ് ലൈമിന് സ്ട്രെങ്ത്ത് കുറവാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രെങ്ത്ത് ആവശ്യമായിട്ടുള്ള സ്ട്രക്ചറുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഫാറ്റ് ലൈം നമ്മൾ ഉപയോഗിക്കില്ല. അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്? ഹൈഡ്രോളിക് ലൈം വരുന്നത്. എന്താണ്? ഹൈഡ്രോളിക് ലൈം വളരെ സ്ട്രോങ് ആണ്, കൂടുതൽ സ്ട്രെങ്ത്ത് ഉള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സ്ട്രെങ്ത്ത് വേണ്ട സ്ട്രക്ചറുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യും? ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യും. പിന്നെ യൂസസ് എന്താണ്? പ്ലാസ്റ്റിക് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും, വൈറ്റ് വാഷിങ്ങിനൊക്കെ യൂസ് ചെയ്യും. എന്ത്? ഫാറ്റ് ലൈം. ഹൈഡ്രോളിക് ലൈം എന്താണ്? തിക്കായിട്ടുള്ള വോളുകളിലെ മോട്ടാർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യും. ഇത്ര ഒരു 7 ഡിഫറൻസേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഇതോടുകൂടി നമ്മുടെ ലൈമിൻ്റെ ടോപ്പിക്ക് തീരാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പം ഡൗട്ട്സ് ഉണ്ടോ? നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. വൈറ്റ് വാഷിംഗ് തൊട്ടാണ് നമ്മൾ നോട്ട്സ് വരുന്നത് അല്ലേ. അതുവരെ നോട്ട്സൊക്കെ അയച്ചു തന്നിട്ടുള്ളതാണ്.
ഇനി വൈറ്റ് വാഷിങ്ങിൻ്റെ തൊട്ടാണ് നോട്ട്സ് അയക്കാനുള്ളത്. ക്ലിയർ അല്ലേ ഇവിടം വരെ? സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി. മാക്സിമം സിമ്പിളായിട്ടാണ് ക്ലാസ്സിൽ എടുത്തു തരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഡിഫറൻസിയേഷൻ പറഞ്ഞില്ലേ, ഫാറ്റ് ലൈം ഹൈഡ്രോളിക് ലൈം, അതിൽ നിങ്ങൾ ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതി. അതായത് ഒരു സൈഡ് പഠിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ ഫാറ്റ് ലൈം പഠിക്കുക, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലൈം പഠിക്കുക. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേതിൽ വരുന്നത് അല്ലേ? എന്താ എന്താ പറഞ്ഞേ? അപ്പോൾ ഫാറ്റ് ലൈം എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തിൽ വരുന്നത്? ഹൈഡ്രോളിക് ലൈം വരുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പോയിൻറ്റ്സ് പഠിച്ചാൽ മതി. മറ്റേത് നമുക്ക് ആലോചിച്ച് എഴുതാവുന്നതുള്ളൂ. ഈ പോയിൻ്റ് നോക്കി, ഫാറ്റ് ലൈമിൻ്റെ പോയിൻ്റ് നോക്കി എഴുതാവുന്ന പോയിൻറ്റ്സേ വരുന്നുള്ളൂ. ഓക്കെ, ഒരു 7 എണ്ണമൊക്കെ പഠിച്ചില്ലെങ്കിലും ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക, സിമ്പിളായിട്ടുള്ളത്. ഇപ്പോൾ ഹൈഡ്രോളിക് പ്രോപ്പർട്ടി ഒക്കെ സുഖമാണ്. ഇറ്റ് പൊസസ് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി. മറ്റേതിനെന്താണ്? ഫാറ്റ് ലൈമിന് ഹൈഡ്രോളിക് പ്രോപ്പർട്ടി ഇല്ല. പിന്നെ കളർ പഠിച്ചു വയ്ക്കാം. ഫാറ്റ് ലൈമിന് വൈറ്റിഷ് കളർ കൂടുതലാണ്, ഹൈഡ്രോളിക് ലൈമിന് കുറവാണ്. ആ 2 പോയിൻ്റ് എളുപ്പമുള്ള പോയിന്റുകളല്ലേ അല്ലേ? അതുപോലെ അതിൻ്റെ യൂസസും, ഒരെണ്ണം വൈറ്റ് വാഷിങ് പ്ലാസ്റ്ററിങ്, മറ്റേത് തിക്ക് വാളിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്ത് പറയാലോ. സ്ട്രെങ്ത്ത് പറഞ്ഞൂടെ? ഒരെണ്ണം സ്ട്രെങ്ത്ത് കുറവാണ്, ഒരെണ്ണം സ്ട്രെങ്ത്ത് കൂടുതലാണ്. സിമ്പിളായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ